ഒരു ദിവസം നിങ്ങളുടെ കുട്ടിക്ക് നല്ല ഒരു ബിരിയാണി വാങ്ങിയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടി എപ്പോഴും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഫുഡ് വാങ്ങി കൊടുത്തു. ആ സമയത്ത് കുട്ടി പറയാണ്, എനിക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല, എനിക്ക് ഇത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കുട്ടിയെ കുറ്റം പറയുകയാണോ ചെയ്യാം? കുട്ടിയെ ആക്ഷേപിക്കുകയാണോ ചെയ്യാം? ശിക്ഷിക്കുകയാണോ ചെയ്യാം? അല്ല, നമ്മൾ ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. എന്താ മോന് പറ്റിയത്? അപ്പൊ കുട്ടി പറയുന്നു, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല, എനിക്ക് കയ്പ്പ് തോന്നുകയാണ്. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് കയ്പ്പാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ കുട്ടിയെ ഉപദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ആ കുട്ടിയെ ഡോക്ടറെ കാണിക്കും, എന്നിട്ട് അവന്റെ പ്രശ്നം പരിഹരിക്കും. അതിനുശേഷം നമ്മൾ ഫുഡ് കൊടുക്കും. എന്നാൽ ഇതേപോലെ ചില മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാൻ ഇരുന്നാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ചിലപ്പോൾ കരച്ചിൽ വരും, അല്ലെങ്കിൽ പഠിക്കാൻ ഇരിക്കൂല, അതിലേക്ക് താല്പര്യം തന്നെ കാണിക്കൂല, ചിലപ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊരു വിഷമാണല്ലേ? നമ്മൾ എന്താ ചെയ്യുക? ആ കുട്ടിയെ ശിക്ഷിക്കുകയാണോ? ആ കുട്ടിയോട് ദേഷ്യപ്പെടുകയാണോ? ആ കുട്ടിയോട് വെറുപ്പ് പിടിക്കുകയാണോ ചെയ്യുന്നത്? എന്നാൽ നമ്മൾ ചെയ്യുന്നത് അബദ്ധമല്ലേ? ഈ കുട്ടി ഇത് പഠിക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രശ്നം കുട്ടിക്കുണ്ട്, എന്തോ ഒരു ഡിഫിക്കൽറ്റി കുട്ടി അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ ആ കുട്ടി ഓക്കെയാണ്. മോന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ കുട്ടിക്ക് അനുഭവിക്കുന്ന ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ ഞാനുണ്ട് എന്ന് പറയുകയും എന്നിട്ട് ആ ബുദ്ധിമുട്ടിനെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചവരായി വളരാൻ കാരണമാവും. പലപ്പോഴും കുട്ടികൾ പഠിക്കാത്തതിൻ്റെ പേരിൽ, അവരെഴുതാത്തതിൻ്റെ പേരിൽ നമ്മൾ ക്രൂശിക്കുന്നത് അവരുടെ മനസ്സിനെയാണ്. അവർ വേദനിക്കുന്നു, അവർ ഒരുപാട് ദുരനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അത് കാരണമായി അവരുടെ സ്വഭാവം മോശമാകുന്നു. അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ പോറലുകളായിട്ട് ഇത് മാറുന്നു. അതുകൊണ്ട് പഠനത്തിൽ പിന്നിലാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ അതിൻ്റെ റെമഡിയേഷൻ, അതിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തി ചെയ്തു കൊടുക്കണം. അതാണ് രക്ഷിതാവ് ചെയ്തു കൊടുക്കേണ്ടത്.